വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീനും ഞങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല. വൃദ്ധൻ പറഞ്ഞു, സമാധാനമായിരിക്കുക, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത്. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റ കൊടുത്തു. അവർ കാലു കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അങ്ങനെ അവർ സന്തുഷ്ട ചിന്തരായിരിക്കുമ്പോൾ നഗരത്തിൽ ചില ആഭാസന്മാർ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചു. വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്ത് കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ. വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ. ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. എനിക്ക് കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യന് ഒരു ഉപനാരിയുമുണ്ട്. ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക. എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത്. എന്നാൽ അവർ വൃദ്ധൻ്റെ വാക്കുകൾ കേട്ടില്ല. ലേവ്യൻ തൻ്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തു. അവർ അവളെ മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചു. പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു. ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കയിൽ തളർന്നു വീണു. വെളിച്ചം പരക്കുന്നതുവരെ അവൾ അവിടെ കിടന്നു. അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്നു യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഉപനാരി കൈകൾ കട്ടിളപ്പടയിൽ വച്ച് വാതിൽക്കയിൽ കിടക്കുന്നത് കണ്ടു. അവൻ അവളോട് പറഞ്ഞു, എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. പക്ഷേ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ ഉടനെ അവൻ ഒരു കത്തിയെടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ചിതിച്ചു 12 കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു. അത് കണ്ടവരെല്ലാം പറഞ്ഞു, ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും വന്നതിനു ശേഷം ഇന്ന് വരെ ഇപ്രകാരം ഒന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ. ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിലുള്ള ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, യഹൂദിയിലെ ബെത്ലഹേമിൽ നിന്ന് ഒരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ച ലേവ്യൻ പാർത്തിരുന്നത് എവിടെ? ഉത്തരം, എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശത്ത്. രണ്ടാം ചോദ്യം, ഗിബെയോന്യ ദേശക്കാർ ഏത് ഗോത്രക്കാരായിരുന്നു? ഉത്തരം, ബെന്യാമീൻ ഗോത്രക്കാർ. മൂന്നാം ചോദ്യം, ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം, 30 വാക്യങ്ങൾ. നാലാം ചോദ്യം, ഒരു ദിവസത്തിൻ്റെ ഏത് സമയത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം, രാത്രിയെക്കുറിച്ച്. അഞ്ചാം ചോദ്യം, രാത്രി ഇവിടെ കഴിക്കുക, നിന്റെ ഡാഷ് സന്തുഷ്ടമാകട്ടെ. യുവതിയുടെ പിതാവ് പറഞ്ഞ ഈ വാക്കുകൾ പൂരിപ്പിക്കുക. ഉത്തരം, ഹൃദയം. ആറാം ചോദ്യം, അക്കാലത്ത് ഇസ്രായേൽ ഇല്ലാതായിരുന്ന എന്ത്? ഉത്തരം, രാജവാഴ്ച. ഏഴാം ചോദ്യം, എഫ്രൈം